സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ കാഴ്ചകളാണ്. ദേശീയപാതയുടെ പണി നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നതാണ് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ച് മുഴുവനായിട്ട് കാണിക്കൂ. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചെട്ടിയാർമാട് ഭാഗത്തു നിന്നാണ് വീഡിയോ തുടങ്ങിയത്. ചെട്ടിയാർമാട് ഭാഗം മുതൽ യൂണിവേഴ്സിറ്റി വരെ ഇപ്പം നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാവൂല. ഒരു വർഷം മുമ്പ് ഇവിടെ ഒന്ന് പോയ ആൾ കൈ വെച്ച് നോക്കും, ഇത് ചെട്ടിയാർമാട് തന്നെയാണോ? അങ്ങനത്തെ കോലത്തിൽ മാറിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഭാഗമൊക്കെ നല്ല മാറ്റാണ് മാറിയിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി നോക്കിയാൽ ഇപ്പോൾ ചെട്ടിയാർമാട് മുതൽ ഒന്നും കൂടി നോക്കിക്കാന്നതിൽ കാക്കഞ്ചേരി വരെ നമുക്ക് കാണാൻ പറ്റും. അമ്മാതിരി മാറ്റാണ് നാട്ടിൽ മാറിയിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി ഭാഗത്ത് ആളുകൾക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്ക് നടക്കാനായിട്ട് ഒരു സബ്വേ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നടാ സൗണ്ട് മാറിയോ? സുഹൃത്തുക്കളെ, നിങ്ങൾക്കൊരു ഡൗട്ട് വന്നേക്കാം. വോയിസ് കൊടുക്കുന്നത് അബ്ദുൽ ലത്തീഫ് അല്ല, വേറൊരാളാണ്. ഏതായാലും നിങ്ങൾക്ക് വിഷ്വലി കണ്ടാൽ പോരെ. ഏതായാലും ഓവർപാസിന്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, കളർ ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിൽ ആദ്യത്തെ ട്രക്ക് പാർക്കിംഗ് ട്രക്ക് വരുന്നത് ഈ ഒരു കോഹിനൂർ ഭാഗത്താണ്. ഇവിടെ അണ്ടർപാസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സമരങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ ഈ ഒരു ട്രക്ക് ലേബേ വരുന്നത് കൊണ്ട് ഒന്നും നടക്കില്ല. ഏതായാലും വിശാലമായിട്ടുള്ള ഒരു ട്രക്ക് ലേബയാണ് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിൽ കോഹിനൂർ ഭാഗത്തുള്ളത്. കോഹിനൂർന്ന് അങ്ങോട്ട് നോക്കിക്കാന്നുണ്ടെങ്കിൽ, ഉയരത്തുനിന്ന് നോക്കിക്കാന്നുണ്ടെങ്കിൽ ചേളാരി വരെ കാണാം. ആദ്യം എങ്ങനെയായിരുന്നു, 3 വർഷം മുമ്പ് ഇവിടെ എങ്ങനെയായിരുന്നു എന്ന് ഇവിടെയുള്ള ആളുകളൊന്ന് കണ്ണടിച്ച് നോക്കിയാൽ മതി. കണ്ണടിച്ച് തുറക്കുന്ന വേഗത്തിലാണ് മലപ്പുറത്ത് KNR കമ്പനി പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. KNR കമ്പനിയുടെ പ്ലാന്റ് ആണിത്. കെ നരസിംഹ റെഡ്ഡി എന്ന മുതലാളിൻ്റെ കമ്പനിയാണ് KNR കമ്പനി. ഈ ഒരു കേരളത്തിൽ ദേശീയപാതയുടെ പണി നടക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വേഗത്തിൽ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് KNR കാ മാജിക്. 88.5% ഫിസിക്കലി പണികൾ കഴിഞ്ഞൊരു റീച്ചാണ് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ച്. അങ്ങനെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗമൊക്കെ ഏതാ നിങ്ങൾ, മലയാളത്തിൻ്റെ മഹാനടൻ ശ്രീ ജഗതി ശ്രീകുമാറിന് ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് അദ്ദേഹത്തിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു കേരളത്തിൽ ദേശീയപാതയുടെ പണി നടക്കുമ്പോൾ ആദ്യമായിട്ട് PTZ എന്ന ക്യാമറ സ്ഥാപിച്ചത് ഈ ഭാഗത്താണ്. ഇതിൻ്റെ 2 സൈഡിൽ നോക്കിയാണ്, 2 സൈഡിലെ ഒരു സൈഡിൽ എത്ര പോരെ വെയർഹൗസുകൾ, അതായത് മുസ്തോദകളാണ് വരുന്നവരങ്ങൾ. നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ദേശീയപാത വരുമ്പോൾ എന്തിനാ ഇത്രയും വലിയൊരു പാത എന്നൊക്കെ ചോദിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ദേശീയപാതയുടെ പണി കഴിയുമ്പോൾ കേരളത്തിൻ്റെ അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെ ഒരു മാർക്കറ്റാകാൻ പോവുകയാണ്. അത്രയും നല്ല വികസന പ്രവർത്തനങ്ങളാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തോ ഒരു എളുപ്പമാണ് ഇപ്പോൾ കോഴിക്കോടേക്ക് എത്താനേറെ. കോട്ടയ്ക്കെന്ന് ഒരാൾ വണ്ടി എടുത്ത് കോഴിക്കോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഈ പണി കഴിഞ്ഞ ഭാഗത്തുകൂടെ ഇങ്ങനെ 100, 120 അടിച്ച് മിനി പോകുമ്പോൾ കോഴിക്കോട് എത്തുമ്പോൾ കോഴിക്കോട് എത്തിയോ എന്ന് നമ്മൾ ചോദിക്കും. അമ്മാതിരി വേഗത്തിലാണ് ഇങ്ങനെ പോകാൻ പറ്റുന്നത്. അപ്പോൾ പണി കഴിഞ്ഞ് ഒന്നും കൂടി എല്ലാ ഭാഗവും തുറന്നു കൊടുത്തുകാന്നുണ്ടെങ്കിൽ ആലോചിച്ചൊക്കെയാണ്. ആക്സിഡൻറ്റ് തന്നെ വെച്ചുകാന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. എന്താ റോഡ്, എന്താ സുഖം. ഈ റോഡ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ നമ്മൾ കുറേ കാലം അതിൻ്റെ വയറ്റിലെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചേളാരിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുള്ളൊരു സ്ഥലമാണ് ചേളാരി. പക്ഷേ ഇന്ന് ചേളാരി ഏതാ, മേലെ ചേളാരി ഏതാ, പടിക്കൽ ഏതാ, കോഹിനൂർ ഏതാ, കോയിച്ചന ഏതാ, കോട്ടയ്ക്കൽ ഏതാ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത മാറ്റങ്ങളാണ് മലപ്പുറം ജില്ലയിലും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ കാരണം? ഇതേപോലത്തെ ഒരു 6 വരി പാത നമ്മൾ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഏതായാലും ഇപ്പോഴാണ് അത് സാധിച്ചത്. അപ്പോൾ ഈ ഒരു ദേശീയപാതയുടെ പണി കഴിഞ്ഞ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ റൈഡ് പോകാനും, അല്ലെങ്കിൽ കോഴിക്കോടുള്ള ആളുകൾക്ക് കൊച്ചിയിൽ പോയിട്ട് ചായ കുടിക്കാനും, കൊച്ചിയിലുള്ള ആളുകൾക്ക് കോഴിക്കോട് വന്ന് ബിരിയാണി കഴിക്കാനൊക്കെ ഒരു പൂതി ഉണ്ടാകും. എല്ലാ പൂതിയും എല്ലാം മാറ്റിക്കൊള്ളുണ്ട്. അമ്മാതിരി റോഡാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് ചെറിയൊരു മുഷ്കിലുണ്ടായിരുന്നു. മുഷ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ മോട്ടോർ ഒന്ന് മാറ്റേണ്ട കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പഠിക്കലെത്തി. എന്ത് പെട്ടെന്ന് പഠിക്കലെത്തി. ഈ ഡ്രോൺ ഇത്ര വേഗത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാറിൽ ഇതിനേക്കാളും വേഗത്തിൽ നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും. അതാണ് മാറ്റം. അപ്പോൾ ഏതായാലും പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ദേശീയപാതയുടെ പണി നടക്കുന്ന റീച്ചുകളിൽ ഏറ്റവും നല്ല വേഗത്തിൽ പണി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ച്. 88.5% ഫിസിക്കലി പണികൾ കഴിഞ്ഞിട്ടുണ്ട്. 2ാമത്തെ സ്ഥാനം മലപ്പുറം ജില്ലയിൽ 2ാം റീച്ചിനാണ്. അതേപോലെ 3ാം സ്ഥാനം കാസർഗോഡ് ജില്ലയിലെ 1ാമത്തെ റീച്ച് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കും കിട്ടിയിട്ടല്ല, പണി തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും മലപ്പുറം ജില്ലയിൽ മെർജിംഗ് പോയിന്റിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മെർജിംഗ് പോയിന്റ് ഫൈനലായിട്ടുണ്ടോ? മെർജിംഗ് പോയിന്റ് നാഷണൽ ഹൈവേയുടെ സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന് പഠിക്കാനൊക്കെ വിട്ടിട്ടുണ്ട്. ഞാൻ അവർ നോക്കിയിട്ട് ആക്സിഡന്റിന് ചാൻസ് കൂടുതലുള്ള സ്ഥലത്തെ മെർജിംഗ് പോയിന്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ പല സ്ഥലത്തും മെർജിംഗ് പോയിന്റ് ഇട്ടിട്ടുണ്ടാകും. മെർജിംഗ് പോയിന്റ് പറഞ്ഞാൽ ഈ റോഡിലോട്ട് കയറാനുള്ള ആക്സസ്. ഇന്ന് കാണുന്ന പല ആക്സസുകളും ദേശീയപാത അതോറിറ്റി സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് വന്ന്
നോക്കിയും കണ്ട് മനസ്സിലാക്കി പഠിച്ചിട്ട് ആക്സിഡൻറ്റ് കൂടുമോ അല്ലെങ്കിൽ ഈ ഭാഗത്ത് തുറന്നു കൊടുക്കുന്നതിന് പ്രശ്നമില്ല എന്നൊക്കെ പഠനമൊക്കെ നടത്തി ആ ഭാഗം തുറന്നു കൊടുക്കും. അവരെ ഫൈനൽ അവരാണ് തീരുമാനിക്കൽ. കമ്പനി അതിനനുസരിച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. മെർജിംഗ് പോയിൻ്റെ കാര്യത്തിൽ മെർജിംഗ് പോയിൻ്റെ പണികളൊക്കെ പല സ്ഥലത്ത് കഴിഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും ഫൈനൽ തീരുമാനം എടുക്കൽ നാഷണൽ ഹൈവേയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അങ്ങനെ പറന്ന് നമ്മൾ എവിടെ എത്തി? വെളിമുക്ക് എത്താനായി. പാലക്കൽ കഴിഞ്ഞു. എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്, ഡ്രെയിനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്, ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്, ലൈറ്റ് വെക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട്, PTZ ക്യാമറ വെക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു, ക്രാഷ് ബാരിയറിന് പുട്ടിയിട്ടുകാണ്ട് വെള്ളയും കറുപ്പും കളർ അടിക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താ